إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 196 197 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ലാ യഗുറന്നക, തങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, താങ്കൾ വഞ്ചനയിലകപ്പെടാതിരിക്കട്ടെ, തഖല്ലുബുല്ലദീന കഫറു, ആ അവിശ്വാസികളുടെ തിരിഞ്ഞുമറിയൽ, അതായത് അവരുടെ സ്വൈരവിഹാരം ഫിൽ ബിലാദ്, നാട്ടിലൂടെയുള്ള അവരുടെ സ്വൈരവിഹാരം, ആ സുഖത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും അവർ ജീവിതം നയിക്കുന്നത് താങ്കളെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കാരണം മുഅ്മിനീങ്ങൾക്ക് ആ ശത്രുക്കളിൽ നിന്നും മക്കക്കാരിൽ നിന്നും മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണമാണ് നേരിടേണ്ടി വന്നത്. അതുമൂലം അത് തുലനം ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാട്? അതേസമയം ഞങ്ങൾ വിശ്വാസികളായിട്ടും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല. അതേസമയം അവിശ്വാസികൾക്ക് പരമസുഖമാണ്. അതുകൊണ്ട് ഈ തുലനത്തിൽ കൂടി, ഈ തുലനം ചെയ്യലിൽ കൂടി ഒരു വഞ്ചന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തങ്ങൾ വഞ്ചനയിൽ അകപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെയും കൂടി ഉദ്ദേശിച്ചാണ് മുഹമ്മദ് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പറയുന്നത്. യൗമുൽ ഖിയാമത്ത് വരെ അതൊരു നിയമമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അടുത്ത പറയുന്നു, മത്താഉൻ, അതൊരു സുഖഭോഗമാണ്, അവർക്കുള്ള ഒരു സുഖഭോഗമാണത്. ഈ നാട്ടിലുള്ള സുഖഭോഗമാണത്. ഖലീലുൻ, തുച്ഛമായ വളരെ കുറഞ്ഞതായ ഒരു സുഖഭോഗമാണ്, താൽക്കാലികമാണത്. അത് പെട്ടെന്ന് തന്നെ അവിടെ മരണത്തോടുകൂടി അവസാനിക്കും, അല്ലെങ്കിൽ ലോകാവസാനത്തോടുകൂടി അവസാനിക്കും. അത് നിലനിൽക്കുന്നതല്ല. അതിനുശേഷം കടുത്ത ശിക്ഷ അവരെ പിടികൂടുന്നതാണ്. ജഹന്നം, പിന്നീട് അവരുടെ സങ്കേതം ജഹന്നം എന്ന നരകമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഈ നാട്ടിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ട് താൽക്കാലികം പെരുമ നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നല്ലാതെ അവിശ്വാസികളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അവരുടെ സങ്കേതം നരകമാണ്, ജഹന്നം നരകമാണ്. അതെത്ര ചീത്തയായ പരവതാനിയാണ്. കാരണം അവർക്ക് വിശ്രമിക്കാനുള്ള ആ പരവതാനി എന്ന് അല്ലാഹു വിജ്ഞേന പറയുകയാണ്. നോക്കൂ, ഉപമാലങ്കാരത്തിൽ കൂടി പറയുകയാണ്. കാരണം അങ്ങേയറ്റം വിഷമത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടതയുടെയും ഒരു പരവതാനിയാണിത്. എത്ര ചീത്തയായ പരവതാനിയാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ